നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സോലോജിക് കമ്പനി ഉൾപ്പെടെയുള്ളവയുമായി CMRL നടത്തിയ സാമ്പത്തിക ഇടപാടിൽ 3 വർഷം മുമ്പ് പ്രാഥമിക വിവരശേഖരണം ED നടത്തിയിട്ടുണ്ടത്രേ. ഈ അന്വേഷണത്തിന്റെ 2ാം ഘട്ടം അതുകൊണ്ട് തന്നെ EDക്ക് എളുപ്പമാകുമെന്നാണ് പറയപ്പെടുന്നത്. ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിൽ 2021 ED കൂടി അന്വേഷണം തുടങ്ങിയപ്പോൾ പ്രതിരോധിക്കാൻ ചടുലമായ നീക്കങ്ങൾ അന്ന് 2 കമ്പനികളും നടത്തുകയും ചെയ്തിരുന്നു. കൊച്ചിയിലെ IT പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റ് CMRLന്റെ 2016 മുതൽ 2019 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചതിലാണ് 135.54 കോടി രൂപയുടെ പൊരുത്തക്കേട് കണ്ടെത്തിയത്. തുടർന്നായിരുന്നു EDയുടെ പ്രാഥമിക അന്വേഷണം. CMRLുമായി ഇടപാട് നടത്തിയ കമ്പനികളിൽ നിന്നും മൊഴിയെടുത്തു. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിക്കാൻ എക്സോലോജിക് കമ്പനി ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ സമീപിക്കുന്നത്. 2022 നവംബറിൽ പ്രവർത്തനം മരവിപ്പിച്ചു. വീണയുടെ കമ്പനിക്ക് വായ്പയായി 78 ലക്ഷം രൂപ നൽകിയ ശശിധരൻ കർത്തയ്ക്ക് പങ്കാളിത്തമുള്ള എംപവർ ഇന്ത്യ കമ്പനിയും ഈ കാലയളവിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു. ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിനെതിരെ CMRL ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിനെ സമീപിച്ചു. ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ പരിഗണനയിലെത്തിയതോടെയാണ് ഇതേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ അന്വേഷണം ED തൽക്കാലം നിർത്തിയത്. 1 വർഷത്തിലേറെ കഴിഞ്ഞാണ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നത്. 73.38 കോടി രൂപ ആദായ നികുതിക്കായി വെളിപ്പെടുത്തേണ്ട ഗണത്തിലില്ലെന്നും ബാക്കി തുകയ്ക്ക് നികുതി അടയ്ക്കാമെന്നുമായിരുന്നു ബോർഡിൽ CMRL വാദിച്ചത്. എന്നാൽ മൊത്തം 135.99 കോടി രൂപ വെളിപ്പെടുത്താത്ത ഗണത്തിലാണെന്നും അതിലെ 81.51 കോടിക്ക് നികുതി അടയ്ക്കണമെന്നുമായിരുന്നു ബോർഡിന്റെ തീർപ്പ്. വീണയ്ക്കും കമ്പനിക്കും നൽകിയ 1.72 കോടി രൂപ ലഭിക്കാത്ത സേവനത്തിനാണെന്നും ഇതിനും നികുതി നൽകണമെന്നും വിധിച്ചു. ഇതിനു പുറമെ പിഴ ചുമത്തുന്നതിൽ നിന്നുള്ള സംരക്ഷണവും അതായത് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റിയും അനുവദിച്ചു. എന്നാൽ ബോർഡിന് മുൻപിൽ നൽകിയ കണക്കിലും രേഖയിലും കളവോ കൃത്രിമമോ നടന്നുവെന്ന് SFIO ED അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടാൽ ഈ സംരക്ഷണം നഷ്ടമാകും. ഇതിനിടെ എക്സോലോജിക്കുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ 12 കമ്പനികളിൽ 6 എണ്ണത്തിന്റെ പ്രതിനിധികളോട് മൊഴി നൽകാൻ ഹാജരാകാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് SFIO നിർദ്ദേശിച്ചിട്ടുണ്ട്. നോട്ടീസിനുള്ള മറുപടി നൽകാനുള്ള സമയപരിധി 15-ന് അവസാനിച്ചിരുന്നു. ചില കമ്പനികൾക്ക് ആവശ്യപ്രകാരം കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ട്. SFIO അന്വേഷണത്തിന് കാരണമായ ഷോൺ ജോർജിന്റെ ഹർജിയും അന്വേഷണത്തിനെതിരെ KSIDC സമർപ്പിച്ച ഹർജിയും 5-ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. സേവന കരാറിന്റെ മറവിൽ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡുമായി എക്സോലോജിക് കമ്പനി നടത്തിയ സംശയാസ്പദമായ പണമിടപാട് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുന്നതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണമെന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും ശുപാർശ. ഇതാണ് ED ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നിയന്ത്രണാധികാരമുള്ള KSIDC ഓഹരി പങ്കാളിയായ CMRL മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് ROCയുടെ കണ്ടെത്തൽ. റിലേറ്റഡ് പാർട്ടിയുമായി നടത്തിയ ഇടപാടിന് അഴിമതിയുടെ സ്വഭാവമുണ്ടെന്നും അഴിമതി നിരോധന നിയമപ്രകാരം ഇക്കാര്യം CBI അന്വേഷിക്കണമെന്നും ഈ റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ EDക്കൊപ്പം CBI കൂടി അന്വേഷണ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ജനുവരിയിലായിരുന്നു ബംഗളൂരുവിലെയും കൊച്ചിയിലെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഓഫീസുകളുടെ പ്രാഥമിക അന്വേഷണം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം EDയും അഴിമതി നിരോധന നിയമം അനുസരിച്ച് CBIയും അന്വേഷിക്കുന്ന കാര്യങ്ങളുണ്ടെന്നും കമ്പനി നിയമത്തിന്റെ ഒട്ടേറെ ലംഘനങ്ങളുണ്ടെന്നും അന്നുതന്നെ കണ്ടെത്തിയിരുന്നു. നന്ദി.